ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്ക് അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വയ്യായൊക്കെ മാറി തുടങ്ങി. ഇപ്പോൾ സൗണ്ടൊക്കെ ഒന്ന് കുറച്ചുകൂടി ക്ലിയർ ആവാനുണ്ട്. എന്നാലും ഇപ്പോൾ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മാങ്ങ കൊണ്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ റീൽസൊക്കെ കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നമ്മൾ റീൽസിലും യൂട്യൂബ് എടുത്താലും ഇൻസ്റ്റ എടുത്താലൊക്കെ നമ്മൾ മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഞാനും ഗൈസ് അതുപോലെ കട്ട് ചെയ്യാൻ നോക്കി. പക്ഷെ എനിക്കത് എന്താ പറയുക, എല്ലാവരെ പോലെയും എനിക്കായി വന്നില്ല. എനിക്കൊന്നാമത് ഇങ്ങനെ കട്ട് ചെയ്യാൻ അറിയില്ല. അതുപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല ഗൈസ്. നമ്മളിത് ഇങ്ങനെയാണ് ആയി വന്നത് നമ്മളങ്ങനെ ആക്കിയപ്പോൾ. അപ്പം നമുക്ക് നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ മാങ്ങ എങ്ങനെ മുറിക്കാറുണ്ടോ അതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ മാങ്ങ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണത്. ചെറുതാക്കി കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വലുതാക്കി കട്ട് ചെയ്താൽ വലിയ ഇതുണ്ടാവില്ല. കാരണം നമുക്കതിലിങ്ങനെ കടിച്ച് തിന്നാനുള്ള രീതിയിലേക്ക് വേണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു മാങ്ങ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ളൊരു മാങ്ങയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മാങ്ങ ഇട്ടാൽ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഒരൊറ്റ മാങ്ങ നമ്മൾ തറവാട്ടിലുണ്ടായ മാങ്ങയാണ് കേട്ടോ. ഇവിടെ മാവൊന്നുമില്ല, ഞങ്ങളുടെ മാവൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ പാത്രത്തിൽ 2 കൊല്ലമാണ് ആവണുള്ളൂ. അപ്പോൾ ഞാൻ മാവൊന്നും വെച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ വീട്ടിൽ നിന്ന് കൊടുത്ത മാങ്ങയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണത് നമ്മൾ കസ്കസ് വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഫുള്ളിടണോ അതോ കുറച്ചിടണോ എന്നുള്ള കൺഫ്യൂഷനാണ്. പക്ഷെ ഞാൻ ഫുള്ള് ഇട്ടു കേട്ടോ. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ കുറച്ചും കൂടി ഉള്ളത് ഞാൻ കൂടുതലിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ നമ്മൾ എല്ലാം മമ്മൂദോ വന്നിട്ട് ലൈറ്റുമ്മ കളിച്ചപ്പോൾ അങ്ങനെ ലൈറ്റിൻ്റെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിനി സാബുവിനൊരു നല്ല രീതിയിൽ വേവിച്ചെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങയുടെ പഴുപ്പ് എടുത്തിട്ട് നമ്മൾ പാലിലിട്ടിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. അതും നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു മാങ്ങയ്ക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അത്ര ഇടാണ് കേട്ടോ. ഇനി നമുക്ക് ഐസ്ക്രീം വാനില ഐസ്ക്രീമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വാനില ഐസ്ക്രീം ഉണ്ടായതിനു ശേഷം നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഷുഗറാണ് കേട്ടോ, പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ഇടാം. നല്ല എന്താ പറയുക, നല്ല മധുരത്തിൽ കുടിക്കാൻ തന്നെയാണല്ലോ, നമുക്ക് നല്ല ടേസ്റ്റിൽ കുടിക്കണം. അപ്പം നല്ല മധുരയും വേണം. അപ്പം ഞാനിതേ കുറച്ച് അത്യാവശ്യത്തിന് പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ നമ്മുടെ ലാസ്റ്റ് സാധനം നമുക്ക് പഞ്ചസാര ഗൈസ്, പാല്. ഇനി നമുക്ക് നമ്മുടെ പാൽ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് വെറുതെ ഒന്ന് മിക്സ് ചെയ്താൽ പോരാ. കാരണം നമ്മുടെ ഐസ്ക്രീമും പാലും മാങ്ങയുടെ പഴുപ്പും അതുപോലെ എന്താ പറയുക, നമ്മുടെ കസ്കസും നമ്മുടെ എല്ലാം നല്ല രീതിക്ക് മിക്സ് ആയിട്ട് നമുക്ക് കിട്ടണം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇതിൽ കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പം ഞാൻ കുറച്ചുകൂടി പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയൊന്നും വേണ്ട കേട്ടോ. നമുക്കിത് എന്താ പറയുക, നല്ല രസത്തിൽ ഇങ്ങനെ മാങ്ങയും ഒക്കെ കടിച്ച് നല്ല രീതിയിലേക്ക് കുടിക്കാൻ നമുക്ക് കിട്ടണം. അപ്പം നല്ല കട്ടിയൊന്നും വേണ്ട, ആവശ്യത്തിന് കട്ടി മതി കേട്ടോ. ഇനി നമുക്കിതിലോട്ട് തണവിന് വേണ്ടിയിട്ട് നമുക്കിത് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഗൈസ്. അപ്പം നമുക്ക് തട്ട് നല്ല രീതിയിൽ കുടിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കുറച്ച് മുമ്പ് എടുത്തിട്ടുള്ളതാണ്, അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി പോയി. അപ്പോൾ ചൂടത്ത് കുടിക്കാനുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയില്ലേ ഗൈസ്. ഇപ്പോൾ ചൂടുണ്ടോ നിങ്ങളവിടെയൊക്കെ ചൂടുണ്ടോ? ഞങ്ങളവിടെ മഴയാണ് കേട്ടോ. മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, എന്നാലും ചൂടുണ്ട് രാവിലെ. അപ്പോൾ എന്താ പറയുക, പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നതിൽ, നമുക്ക് ഐസ്ക്രീമും പാലിനും പകരം നമുക്ക് എന്താ പറയുക, മിൽക്ക് മേഡ് ആഡ് ചെയ്യാം കേട്ടോ. മിൽക്ക് മേഡൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറാവും. മിൽക്ക് മേഡ് എനിക്ക് കിട്ടാത്ത കാരണമാണ് ഞാൻ ഐസ്ക്രീമും പഞ്ചസാരൊക്കെ ഇട്ടത്. മിൽക്ക് മേഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മേഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 കടയിൽ പോയി ചോദിച്ചിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത 2 കടയിൽ പോയി നോക്കിയപ്പോൾ 2 കടയിലും മിൽക്ക് മേഡ് ഇല്ല. അതുകൊണ്ട് എനിക്ക് മിൽക്ക് മേഡ് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാരയും ഐസ്ക്രീമും ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നല്ല അടിപൊളി ഡ്രിങ്കാണ്. നമുക്കിതേ അതിൻ്റെ ഡ്രിങ്ക് കുടിക്കണതിനൊപ്പം തന്നെ നമുക്ക് മാങ്ങൊക്കെ നല്ല രീതിയിൽ കടിച്ച് നമ്മൾ നട്ട്സൊക്കെ നമുക്ക് ഇങ്ങനെ കടിച്ച് തിന്നാൻ നല്ല സൂപ്പറാണ്. ഞാൻ വെറുതെ പറയണതല്ല, അടിപൊളി ഡ്രിങ്കാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ. വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.